നീ അവന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നോ, എന്തേലും ഉണ്ടാക്കി തരാണ്ട്. അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? ഞാൻ കറങ്ങാൻ പോയില്ല, അമ്മയ്ക്കുള്ള സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. എപ്പൊ നോക്കിയാലും അവന്റെ കൂടെ കറങ്ങും. നമ്മൾക്ക് ഒട്ടും സമയമില്ലാത്തപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടാ. അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാണ്ട് വേണമെങ്കിലും ഇടാം. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് ഇട്ടേക്കണത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുമിച്ച് ഒറ്റ ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണേക്കാളും നല്ലത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത്തിരീച്ച് ഇട്ട് കൊടുത്താൽ മതി ട്ടാ. അങ്ങനെ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ട് കുറേശ്ശെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ട്ടാ. ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ വെള്ളമായാലും മതി. എന്നിട്ട് നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ബോളുകളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് നമ്മൾ ബോളുകളാക്കി ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന ബോളുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പൊ അതുകൊണ്ട് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അമ്മയുടെ പിണക്കം മാറ്റാനായിട്ട് ഇത് കൊടുക്കാം. അമ്മ പറഞ്ഞപ്പോ ഈ ഓടിപ്പടഞ്ഞു വന്ന് പലഹാരം ഉണ്ടാക്കിയാ? അല്ലല്ലോ, വിശക്കണെന്ന് പറയുമ്പോഴേക്കും എന്തേലൊക്കെ ഉണ്ടാക്കി തരും. സൂപ്പറായിട്ട് എന്ത് പലഹാരമായാലും എനിക്ക് അതറിയല്ലോ. സൂപ്പർ.